പാമ്പോ? എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഇതും ഏതെങ്കിലുമൊക്കെ ഒരു കാട്ടിലേക്കുള്ള വഴിയായിരിക്കും. ഒരു ആവശ്യവും ഇല്ലാണ്ട് വെറുതെ ഈ കയറ്റം മൊത്തം ഞാൻ കയറി. അപ്പം നമ്മുടെ യാത്രയുടെ 12ാമത്തെ ദിവസമായി ഇന്ന് ഞാൻ അവൻ്റെ അടുത്ത് നിന്ന് രാവിലെ ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ അടുത്ത ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ പേരാമ്പ്രയാണ്. അപ്പോൾ ഞാൻ അവനെ കാണിക്കാത്തന്നെ വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഞാനിവിടെ വന്ന് കയറിയപ്പോൾ തന്നെ എൻ്റെ ഫോണിൽ സ്റ്റോറേജ് ഇല്ലായിരുന്നു. അപ്പം ഞാൻ കഷ്ടപ്പെട്ട് ഒരു ദിവസം ഇരുന്ന് അത്യാവശ്യം നല്ല രീതിയിൽ കഷ്ടപ്പെട്ട് കുറച്ച് മെനക്കെട്ട് സ്റ്റോറേജും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി. പിന്നെ ഇന്നലെ രാത്രിയിലാണെങ്കിൽ അവൻ ഇവിടുന്ന് കൊല്ലത്തേക്ക് പോയി. കാരണം വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ അതോ ഫ്രണ്ടിൻ്റെ അച്ഛൻ മരിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് സഡനായിട്ടൊരു കോൾ വന്നപ്പോൾ ഇന്നലെ രാത്രിയിലത്തെ ബസ്സിന് തന്നെ അവൻ കയറി. അതുകൊണ്ടാണ് പിന്നെ അവനെ കാണിക്കൊന്നും ചെയ്യാത്തത്. പിന്നെ ചെക്കൻ്റെ ഫാമിലി എന്ന് പറഞ്ഞാൽ നല്ല കിടിലൻ ഫാമിലിയാണ്. നല്ലൊരു അമ്മയും നല്ലൊരു അച്ഛനും പിന്നെ ഒരു അനിയനും. നല്ല മൈൻഡ് സെറ്റുള്ളൊരു നല്ല കുടുംബം. കാരണം എല്ലാ കാര്യത്തിലും സപ്പോർട്ടിങ്ങുമാണ്, സ്നേഹമുണ്ട്. നമ്മൾ ഇപ്പം ഞാൻ ചെന്നിട്ടാണെങ്കിലും എന്നോടാണെങ്കിലും എന്തൊക്കെയാണെങ്കിലും നല്ലൊരു സപ്പോർട്ടീവ് മെൻറ്റാലിറ്റി ഉള്ള ടീംസാണ് അവരെല്ലാം. എവിടെ ഒരു ചെക്കൻ നിന്നൊരു ടെറർ ലുക്കാണ് നമ്മൾ. ഹായ് പറ. സ്കൂളിൽ പോകാനായിട്ട് വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടോ എന്തേ പശുവിനെ കൊണ്ട് പോകുന്ന അപൂർവമായ കാഴ്ച. ഇപ്പോഴത്തെ പിള്ളേരൊന്നും പണിയെടുക്കില്ല എന്ന് പറഞ്ഞവരൊക്കെ കണ്ടുപഠിക്കണം കേട്ടോ ഇതൊക്കെ. അവനെന്തായാലും പശുവിനെ കൊണ്ട് തിരിച്ച് വീട്ടിൽ പോയി. ഇനി സ്കൂളിൽ പോകുന്നുള്ള ഒരു സംശയം കേട്ടോ. പ്രവേശനോത്സവം ആയതുകൊണ്ട് എല്ലാവരും സ്കൂളിൻ്റെ ഡെക്കറേഷനും പരിപാടിയുടെ ഒക്കെ തിരക്കിലാണേ. ജൂൺ മാസം ആയില്ലേ, ഇനി കുറച്ച് കരച്ചിലും പിടിച്ചിലൊക്കെ കേൾക്കാം. അപ്പം അങ്ങനെ നടന്ന് നമ്മൾ നല്ലൊരു ഗ്രാമപ്രദേശത്ത് എത്തിയിട്ടുണ്ട്. ചേട്ടനോടെ മീനൊക്കെ വയ്ക്കുന്നുണ്ട്. പുള്ളിയോടെ എല്ലാ വീട്ടിലും കയറി മീനൊക്കെ വിറ്റ് കഥയൊക്കെ പറഞ്ഞാണ് പോണത്. സ്കൂൾ തുറന്നുകൊണ്ട് പിള്ളേരെയൊക്കെ സ്കൂളിൽ കൊണ്ട് ചേർത്തിട്ട് അമ്മമാർ വീട്ടിലേക്ക് പോകുന്ന രംഗങ്ങളാണ് ഈ കാണുന്നത്. അവിടെ ആ വാതിലിൻ്റെ അവിടെ നോക്കിയാൽ കാണാം ഒരു കുഞ്ഞു സാധനം അവിടെ നിന്ന് അമ്മേനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. പുള്ളിക്കാരത്തേക്ക് കാര്യം പറഞ്ഞാൽ ക്ലാസ്സിലേക്ക് കയറണമെന്ന് വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ അമ്മേനെ നോക്കി കുറച്ച് നേരം ഇങ്ങനെ അങ്ങ് നിൽക്കുന്നുണ്ട്. എങ്ങാനും കുറച്ച് കഴിയുമ്പോൾ കയറിയാലോ. ഇങ്ങനത്തെ സീനൊക്കെ വന്ന വഴിക്ക് കുറേ കണ്ടായിരുന്നേ. അമ്മമാരൊക്കെ ആണെങ്കിൽ ഏതെങ്കിലും തെങ്ങിൻ്റെ വീട്ടിലോ മരത്തിൻ്റെ വീട്ടിലൊക്കെ ഇങ്ങനെ പാത്ത് നിൽക്കും പോയിന്ന് കാണിക്കാൻ വേണ്ടി. പോകുന്ന വഴി ശരിയാണെന്നുള്ളൊരു വിശ്വാസത്തിൽ ഞാൻ മെയിൻ റോട്ടിൽ നിന്ന് കയറി ഏതോ ഇടവഴി കൂടെയൊക്കെ നടന്നു പോകുന്നുണ്ട്. നമുക്ക് വഴി തെറ്റാണ്ട് നമ്മൾ എത്തേണ്ടോടത്ത് എത്തും എന്നുള്ളൊരു വിശ്വാസത്തോടെയുള്ള പോക്കാട്ടോ ഇത്. ഇനിയിപ്പോൾ വഴി തെറ്റിയാലും വഴി തെറ്റിയില്ലെങ്കിലും നമ്മൾ എന്തിനാണ് ഇറങ്ങിയത്, എവിടെ ചെല്ലാനാണ് ഇറങ്ങിയത്, ആ സ്ഥലത്ത് എത്തിയിരിക്കും. അതിപ്പോൾ എന്ത് തന്നെയാണെങ്കിലും. അപ്പോൾ ഗൂഗിൾ മാപ്പ് നോക്കാതെ നമ്മൾ പാട്ടും കേട്ട് പോയിട്ട് അവസാനം ഇനി ഒരു 1.5 കിലോമീറ്ററോടെ തിരിച്ചിറങ്ങാൻ പോവാണ് താഴേക്ക്. ചില സമയത്ത് നമ്മൾ മാപ്പൊന്നും നോക്കാണ്ട് ഇങ്ങനെ പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ അങ്ങ് പോവേ. അത് കഴിഞ്ഞ് പിന്നെ എടുത്ത് നോക്കുമ്പോൾ ആയിരിക്കും വഴി തെറ്റിയെന്ന് മനസ്സിലാവണം. ഒരു ആവശ്യവും ഇല്ലാണ്ട് വെറുതെ ഈ കയറ്റം മൊത്തം ഞാൻ കയറി. ആ ഇറക്കം മൊത്തം ഇറങ്ങി വെറുതെ. ഗൂഗിൾ മാപ്പ് നമുക്കിട്ട് നൈസായിട്ടൊരു പണി വന്നാണേ. നേരെ വഴിയെന്നൊക്കെ പറഞ്ഞു ഉള്ള മലയും കുന്നൊക്കെ കയറി താഴെ എത്തി കഴിഞ്ഞപ്പോൾ പറയുക 1.5 കിലോമീറ്റർ പുറകിലേക്ക് പോകണം. ശരിക്കും നമുക്ക് പോകേണ്ടത് ഇതേ ആ വഴിയാണ്, ആ ലെഫ്റ്റിലേക്കുള്ള വഴിയാണ്. അതിനാണ് നമ്മളിതേ ഈ കണ്ട 1.5 കിലോമീറ്റർ മൊത്തം നടന്ന് തിരിച്ചിറങ്ങി. ടോട്ടൽ ഒരു 3 കിലോമീറ്റർ വേസ്റ്റ് ആയിട്ടുണ്ട്. എങ്ങനെ ഇരിക്കണം. ഇത് കണ്ടിട്ട് ഏതോ വീട്ടിലേക്കുള്ള വഴിയാണെന്നുണ്ട് എനിക്ക് തോന്നണേ. ഇതേതോ വീട്ടിലേക്കുള്ള വഴിയാട്ടോ. വഴി തീർന്നോ? ഇല്ല, റൈറ്റ് സൈഡിലേക്ക് വഴിയുണ്ട്. ഇതേതോ കാട്ടിലേക്കുള്ള വഴിയാട്ടോ. ഈ മാപ്പ് നല്ല രീതിയിൽ പണി വന്നുകൊണ്ടിരിക്കും കേട്ടോ. അത് വേറെ ആരുടെ വീട്ടിലേക്കുള്ള വഴിയാണ്. ഇത് നമ്മൾ ഇവിടുന്ന് ഒന്നുകൂടെ തിരിച്ച് നടന്ന് വേറെ ഏതോ റൂട്ട് പിടിച്ച് പോകണം. ഇതുകൊണ്ടൊന്നും നമ്മൾ തളരില്ല. നമ്മളിത് അടുത്ത റൂട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി ഇതെവിടെ ചെന്ന് ആടോ ആവോ ദൈവത്തിനറിയാം. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഇതും ഏതെങ്കിലുമൊക്കെ ഒരു കാട്ടിലേക്കുള്ള വഴിയായിരിക്കും. ഇനി ഇവിടുന്ന് പോയിട്ട് അവിടെ ചെന്ന് ആടോ ദൈവത്തിനറിയാം. കണ്ടിട്ട് വണ്ടി പോണ വഴിയാന്ന് തോന്നുന്നു. ഇത് ബൈക്കിൻ്റെ പ്രിൻ്റൊക്കെ ഉണ്ട്. എവിടെയെങ്കിലുമൊക്കെ എത്തുമായിരിക്കും. കണ്ടോ ബൈക്ക് പോയിട്ടുണ്ട്. അപ്പം മിക്കവാറും മനുഷ്യവാസമുള്ള ഏതെങ്കിലും സ്ഥലമൊക്കെ ആയിരിക്കും. ഭാഗ്യം നമ്മൾ അവിടെ നിന്ന് രക്ഷപ്പെട്ട് മനുഷ്യവാസമുള്ള ഏതോ സ്ഥലത്തൊക്കെ എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അവിടുന്ന് മെയിൻ റോഡ് പിടിച്ച് ദേ പാമ്പിൽ ബ്രിഡ്ജ്. പക്ഷെ ബ്രിഡ്ജിൽ പാമ്പൊന്നുമില്ല കേട്ടോ. ഇത് കയറി വേണം നമുക്ക് റൈറ്റ് എടുത്ത് പോകാൻ. പക്ഷേ പേരിനൊരു ബ്രിഡ്ജാട്ടോ. ഇവിടെ വെള്ളമോ കാര്യങ്ങളൊന്നും ഇല്ല. എന്തിനിങ്ങനെ പണിത് വെച്ചെന്ന് മനസ്സിലായില്ല. പറ്റിപ്പോയതായിരിക്കും. ഉണ്ടോ, ഫുള്ള് പറ്റിപ്പോയി. അവിടെ കുറച്ച് വെള്ളം കണ്ടിടൊക്കെ ഉണ്ട്. പിള്ളേരുടെ ഹാപ്പിനെസ് വലിയ. പിള്ളേർ ഏറ്റവും കൂടുതൽ സന്തോഷത്തോടെ ഇരിക്കുന്ന സമയം ക്ലാസ്സിൽ ബ്രേക്ക് ടൈമാണ്. എന്താ പാമ്പോ? പാമ്പല്ലേ? ഇതെന്ത് പാമ്പ്?
അവൻ്റെ വിഷമം നോക്കി, ചെറിയ വിഷമം തന്നെ അല്ല. അവൻ എങ്ങനെ താഴേക്ക് ഡൈവ് ചെയ്യാന്ന് നോക്കിക്കൊണ്ടിരിക്കുക. എടാ വീഴുവേ, കയറിക്കോ വീഴും. ഇടിഞ്ഞു പോകുന്നത് വീഴും, ഇടിഞ്ഞ് താഴേക്ക് വീഴുന്ന. എടാ ഇത് ഇടിഞ്ഞ് താഴേക്ക് വീഴുന്ന നീ കേട്ടോ. അവിടെ കിടന്ന് കളിക്കില്ലേ? അല്ല തെലുങ്ക് ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? ശരത്ത്. ചാനലിന്റെ പേരാണോ? എക്സ്ട്രോ വേൾഡ്. ഫോൺ ഉണ്ടോ ഇതില്? ഫോളോ ചെയ്തോ? അതിന് നമ്മൾ ഇപ്പോഴാണല്ലോ കാണുന്നത്. നീ ഇതിനു മുമ്പ് ഫോളോ ചെയ്ത് തന്നെ. ഇത് വിഷയമാണല്ലോ. കേരളം മൊത്തം. കാസർഗോഡ്. നിങ്ങളുടെ പേരെന്നൊക്കെയാ? കൊറേ ഉണ്ടല്ലോ. എക്സ്ട്രാ വേൾഡ്. ഇത് ഇന്ന് 12ാമത്തെ ദിവസമാടാ. നടന്ന് കളിക്കല്ല, നടന്ന് പോകുന്ന അവിടെ നിന്ന്. പിന്നെ രാത്രി ഉറങ്ങില്ലേ മനുഷ്യനല്ലേ? എൻ്റെ ഒരു ശരത്ത്. നീ ഇവിടുത്തെ തിരുവനന്തപുരം വരെ. എക്സ്ട്രാ വേൾഡ്. ആരാ അവിടെ നോക്കണത്? എല്ലാവരും ഓടി. ശരിടാ, ബൈ, പോയേക്കോ. ആ അക്കന്മാരൊക്കെ സീനാട്ടോ. അവന്മാര് ഈ പ്രായത്തിൽ തന്നെ വേറെ വൈബാ. അവന്മാർ ചാനലിൻ്റെ പേര് ഒരു 10 തവണ ചോദിച്ചു. ഞാൻ പറഞ്ഞു മടുത്തു. അതിനിടയ്ക്ക് ഒരുത്തൻ ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന്. അവൻ ഞാൻ കാണുന്നത് തന്നെ ഇപ്പോഴാണ്. എന്നിട്ട് അവൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ. എന്നെ സ്കീമല്ലേ പിള്ളേർ. നമ്മളിപ്പോൾ ഈ റൂട്ട് പിടിച്ച് ആയഞ്ചേരിയാണേ പോണേ. ആയഞ്ചേരി ചെന്നിട്ട് അവിടുന്ന് വേണം നമുക്ക് പേരാമ്പ്രയ്ക്ക് പോകാനായിട്ട്. നമ്മളിപ്പോൾ ആയഞ്ചേരി ടൗണിലെത്തിയിട്ടുണ്ട്. നമുക്കിട്ടുള്ള പണി ദേ ആ സൈഡിൽ നിന്നാണ് വരുന്നത്. നമ്മൾ അവിടുന്ന് നടന്നൊരു സെറ്റ് സ്പോട്ടിലെത്തിയിട്ടുണ്ട്. ഇത് ഫുള്ള് ആ സൈഡ് ഫുള്ള് തെങ്ങാണേ. അവിടുന്ന് അങ്ങോട്ട് മൊത്തം തെങ്ങ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ചോദിക്കും തെങ്ങ് മാത്രമേ ഉള്ളൂ, അതിൻ്റെ കൂടെ വേറെ ഒന്നുമില്ലെന്ന്. വേറെ എന്തെങ്കിലുമൊക്കെ കാണുമായിരിക്കും ഇതിൻ്റെ കൂടത്തിൽ കേട്ടോ. പിന്നെ അവിടെ എന്തോ മലയാണേ ഫുള്ള്. ഈ റൂട്ടാണ് നമുക്ക് പോകേണ്ടത്. നമ്മൾ നടന്നൊരു കുട്ടിച്ചാത്തൻ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ട് എത്തിയിട്ടുണ്ട്. ഞാൻ ഇതുവരെ അങ്ങനെ ഒരു കുട്ടിച്ചാത്തൻ ക്ഷേത്രത്തിൽ പോയിട്ടൊന്നുമില്ല. ഫസ്റ്റ് ടൈമാണിത്. തരാ. അങ്ങനെ അവിടുന്ന് നടന്ന് നമ്മൾ പ്രകൃതി രമണീയതയിൽ ലയിച്ച് കിടക്കുന്ന ഒരു സ്ഥലത്തെത്തിയിട്ടുണ്ട്. കാര്യം പറഞ്ഞാൽ നല്ല വെയിലുണ്ട്. പക്ഷേ ഇവിടുത്തെ ഈ സീനറി ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ വെയിലൊന്നും നമുക്ക് വലിയ പുത്തിരായിട്ട് തോന്നത്തില്ല. ഉച്ചയ്ക്ക് ഇവിടെ ഇത്രയും സെറ്റപ്പാണ്. ഈ വൈകിട്ടും രാവിലെയൊക്കെ എന്ത് രസമായിരിക്കും ഇവിടെ നിൽക്കാൻ. ഈ ഓഫീസ് വർക്കും സ്ട്രെസ്സും ഡിപ്രഷനും ഒക്കെ ആയിട്ട് സിറ്റിയിലൊക്കെ ജീവിക്കണവരുണ്ടെങ്കിൽ അവർക്ക് ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ സ്വർഗ്ഗമായിരിക്കും കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ അവരുടെ മെൻ്റൽ ഹെൽത്തിനും എല്ലാത്തിനും പറ്റിയൊരു സ്പോട്ടാണ്. കുറച്ച് നേരം മൊബൈലൊക്കെ മാറ്റി വെച്ചിട്ട് ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇവിടെ വന്ന് വർത്താനൊക്കെ പറഞ്ഞ് നിന്നാണ്ടല്ലോ. അങ്ങനെ സീനറിയൊക്കെ കണ്ട് നടന്ന് ഞാൻ ഏതോ ഉൾഗ്രാമത്തിലേക്കൊക്കെ കയറി ഇങ്ങനെ നടന്നു വരുവാണേ. അപ്പോഴത്തേക്കും പെട്ടെന്നൊരു മഴയും വന്നു കറക്റ്റ് സമയത്ത്. ഈ മഴ പെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര പണിയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നടന്ന് കാല് നല്ല രീതിയിൽ പൊട്ടാൻ തുടങ്ങും നനഞ്ഞിട്ട്. അത് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നടക്കാനും മേല. അത് ജസ്റ്റ് മിസ് അല്ലേ, ആ ഓല ഇപ്പം എൻ്റെ തലയിരുന്നേ. ഇങ്ങനെ ഒരു ക്ലൈമറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് മൊത്തം പണിയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും നേരം വെയിലായിരുന്നു. ആ വെയിൽ കഴിഞ്ഞിട്ട് ഇപ്പോൾ ദേ ഇങ്ങോട്ട് കയറിയപ്പോഴത്തേക്കും കറക്റ്റ് മഴ. നമുക്കാണെങ്കിൽ എവിടെയും കയറി നിൽക്കാൻ പോലും പറ്റത്തില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ. നനയാണ്ട് വേറെ വഴിയില്ല. ഞാൻ പിന്നെ റെയിൻ കോട്ട് ഇട്ടുകൊണ്ടൊന്ന് നനഞ്ഞ് കിടക്കും. വിസിബിൾ ആണോന്ന് അറിയത്തില്ല. അതേ അതിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു മഴവില്ല് കാണാതെ. അത് ലൈറ്റായിട്ടേ കാണാൻ പറ്റുള്ളൂ. ഞാൻ പിന്നെ പെട്ടെന്നൊന്നും കണ്ടെന്നില്ല. വേറെ അത്യാവശ്യം ഇരുട്ടിയിട്ടുണ്ട്. നമ്മൾ കല്ലോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിക്കണേ. ഇവിടുന്ന് ഒരു 1 കിലോമീറ്റർ എങ്ങാണ്ടേ ഉള്ളൂ പേരാമ്പ്രയ്ക്ക്. അങ്ങനെ വരുമ്പോഴാണ് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ബോഡി ഞാൻ കാണുന്നത്. ഊണ് 35 രൂപയാണ്. അപ്പോൾ ഈ വഴി ആരെങ്കിലും വിശന്ന് വരുവാണ്, കയ്യിൽ ഫണ്ട് അധികം ഇല്ല എന്നുണ്ടെങ്കിൽ ദേ ഇവിടെ സുഭിക്ഷ എന്ന് പറഞ്ഞ ഹോട്ടലുണ്ട്. അവിടെ 35 രൂപയ്ക്ക് ഊണുണ്ട്. ഞാനിങ്ങ് വരുന്ന വഴിക്ക് കുറേ ബസ് സ്റ്റോപ്പുണ്ട്. പക്ഷേ ഇത് കണ്ടോ, ഇതാണെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കിയിടണം. കാരണം ഇതാകുമ്പോൾ ആൾക്കാർ ഒട്ടും നനയാത്ത രീതിയിൽ സേഫായിട്ട് ഇരിക്കാൻ പറ്റും ഇതിൻ്റെ അകത്ത്. എനിക്കൊണ്ട് ഇതിൻ്റെ പണി കുറച്ചുകൂടെ നടക്കാനുണ്ടെന്ന് തോന്നുന്നു. കുറേ കട്ടയെ കൊണ്ട് ഇറക്കിയിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ വൃത്തിയായിട്ട് ആൾക്കാർക്ക് പ്രയോജനമുള്ള രീതിയിൽ വേണം ഇതിന് ചെയ്തു വെക്കാൻ. ചില സ്ഥലത്തൊക്കെ ചുമ്മാ ഷീറ്റ് അടിച്ച് വെച്ചിട്ടുണ്ട്. ചുമ്മാ പേരിന് ഒരു കമ്പിയൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ആദ്യം ഒരു ഹോട്ടലിൻ്റെ കാര്യം പറഞ്ഞില്ലായിരുന്നു, സുഭിക്ഷ. അത് കറക്റ്റായിട്ട് വരുന്നത് ഈ വനിതാ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മേളിലാണ്. ഇവിടെ എത്തിയപ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല രീതിയിൽ നേരെ ഇട്ടിട്ടോ. അതിനിടയ്ക്ക് ആ ഒരു മഴ പെയ്തുകൊണ്ട് കാല് പിന്നെ ഒന്ന്
ഒരഞ്ഞ് ചെറുതായിട്ടൊന്ന് പൊട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നടക്കാൻ ടാസ്ക്കാണ്. പന്ന വഴിക്ക് കുറേ സ്ഥലത്ത് ഈ മജ്ബൂസ് ഉണ്ട്. ഇത് നമ്മുടെ നാട്ടിലൊന്നും ഈ സാധനം ഇല്ല. അപ്പോൾ ഇതെന്താണെന്ന് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യേ.